ആകാശവാണി. നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടിയിലേക്ക് സ്വാഗതം. രാജ്യത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ് കാർഷിക മേഖല. ജനസംഖ്യയുടെ വലിയൊരു വിഭാഗത്തിന്റെ ഉപജീവന മാർഗം തന്നെ കൃഷിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. രാജ്യത്തെ മൊത്ത ആഭ്യന്തര ഉൽപാദനത്തിന്റെ 18% സംഭാവന കാർഷിക മേഖലയാണ് നൽകുന്നത്. ഇന്ത്യയുടെ മൊത്തം തൊഴിൽ ശക്തിയിൽ 2/3 ഭാഗത്തോളം കൃഷിയും അനുബന്ധ പ്രവർത്തനങ്ങളുമായും ബന്ധപ്പെട്ടാണ് ഉപജീവനം നയിക്കുന്നത്. കർഷകരുടെ സാമ്പത്തിക വളർച്ചയുടെ കാര്യത്തിൽ കാർഷിക മേഖലയ്ക്ക് നൽകുന്ന വായ്പയ്ക്ക് ഗണ്യമായ പങ്കാണുള്ളത്. കഴിഞ്ഞ 12 വർഷത്തിനിടെ കർഷകരുടെ വരുമാനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും സാങ്കേതിക വിദ്യ പ്രോത്സാഹിപ്പിക്കുന്നതിനും വിപണി സൗകര്യങ്ങൾ വികസിപ്പിക്കുന്നതിനുമായി കേന്ദ്ര സർക്കാർ വിവിധ പദ്ധതികളാണ് നടപ്പാക്കിയിട്ടുള്ളത്. ഉയർന്ന കാർഷിക ഉൽപാദനം, വിപുലമായ ജലസേചനം, വായ്പാ ലഭ്യത, കൃത്യമായ ഇൻഷുറൻസ് പരിരക്ഷ, അനുബന്ധ മേഖലകളിലെ വളർച്ച എന്നിവ ഈ പരിവർത്തനത്തിലൂടെ സാധ്യമായി. സംഭരണ സംവിധാനം, സുസ്ഥിര വിപണി, ആദായകരമായ വിലനിർണ്ണയം, ദേശീയ ഭക്ഷ്യസുരക്ഷ എന്നിവയും ഉറപ്പുവരുത്താൻ കേന്ദ്ര സർക്കാരിന്റെ പ്രവർത്തനങ്ങളിലൂടെ സാധിച്ചു. കൂടാതെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകൾ, സഹകരണ സ്ഥാപനങ്ങൾ, ഭക്ഷ്യ സംസ്കരണം, കാലാവസ്ഥാ പ്രതിരോധ ശേഷിയുള്ള സംരംഭങ്ങൾ എന്നിവ പുതിയ അവസരങ്ങൾ സൃഷ്ടിച്ചു. കഴിഞ്ഞ ദശകത്തിൽ ഇന്ത്യയുടെ കാർഷിക മേഖലയിലും അനുബന്ധ മേഖലകളിലും സുസ്ഥിരമായ നയങ്ങളും വർദ്ധിച്ച പൊതുനിക്ഷേപവും ഉണ്ടായതോടെ മികച്ച വികസനമാണ് ദൃശ്യമായത്. ഈ ഇടപെടലുകളെല്ലാം കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനും ഉൽപാദനക്ഷമത മെച്ചപ്പെടുത്തുന്നതിനും ഗ്രാമീണ സമ്പദ് വ്യവസ്ഥയുടെ ഉന്നമനത്തിനും കാരണമായി. കർഷകരുടെ ക്ഷേമത്തിനും ശാക്തീകരണത്തിനുമായി കഴിഞ്ഞ 12 വർഷമായി നടപ്പാക്കി വരുന്ന വിവിധ സംരംഭങ്ങൾ രാജ്യത്തെ അന്നദാതാക്കളുടെയും കാർഷിക മേഖലയുടെയും ക്ഷേമം ഉറപ്പാക്കിയതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു. साथियों, हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. किसानों की आय बढ़ाना, खेती पर खर्च कम करना, आय के नए स्रोत बनाना, इन लक्ष्यों पर हम लगातार काम कर रहे हैं. രാജ്യത്തെ മൊത്ത മൂല്യവർദ്ധനവിന്റെ ഏകദേശം 18% കൃഷിയും അനുബന്ധ മേഖലയിലുമാണ്. 2014-15 20.9 ലക്ഷം കോടി രൂപയിൽ നിന്ന് ഇത് 2023-24 48.7 ലക്ഷം കോടിയുടെ ഗണ്യമായ വർധനയാണ് കാഴ്ചവെച്ചത്. ചെറുകിട നാമമാത്ര ഭൂവുടമകളായ കർഷകർക്ക് നേരിട്ടുള്ള സാമ്പത്തിക സഹായം നൽകുക എന്ന ലക്ഷ്യത്തോടെ 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പദ്ധതിയിലൂടെ പ്രതിവർഷം 6000 രൂപ വീതം 3 ഗഡുക്കളായി കർഷകരുടെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് കൈമാറുന്നു. ഇടനിലക്കാരില്ലാതെ ഡിജിറ്റൽ സംവിധാനത്തിലൂടെ ധനസഹായം ലഭ്യമാക്കുന്നതിലൂടെ സുതാര്യത ഉറപ്പാക്കാൻ സാധിച്ചു. രാജ്യത്തെ കോടിക്കണക്കിന് കർഷകർക്ക് ഈ പദ്ധതി പ്രയോജനപ്പെട്ടിട്ടുണ്ട്. 2026 മാർച്ച് വരെ PM കിസാൻ വഴി 4.28 ലക്ഷം കോടി രൂപയിലധികം വിതരണം ചെയ്തിട്ടുണ്ട്. 9.44 കോടിയിലധികം കർഷക കുടുംബങ്ങൾക്ക് ഇതിന്റെ പ്രയോജനം ലഭിച്ചു. 25% ആനുകൂല്യങ്ങൾ സ്ത്രീ ഗുണഭോക്താക്കൾക്കാണ് ലഭിച്ചത്. ഇത് ഗ്രാമീണ മേഖലയിലെ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിരതയ്ക്ക് കാരണമായി. പ്രവാസിയായിരുന്ന പത്തനംതിട്ട ഇലന്തൂർ പരിയാരം സുരഭി വീട്ടിൽ സുജിത് എസിന് PM കിസാൻ പദ്ധതി പ്രകാരം പുതിയ ജീവിതമാർഗമാണ് ലഭ്യമായത്. കോവിഡ് കാലത്ത് നാട്ടിലേക്ക് മടങ്ങിയെത്തിയ സുജിത് പദ്ധതി പ്രയോജനപ്പെടുത്തി കൃഷിയെ ഉപജീവന മാർഗമാക്കി മാറ്റുകയായിരുന്നു. പദ്ധതി ജീവിതത്തിലുണ്ടാക്കിയ മാറ്റത്തെപ്പറ്റി സുജിത് ആകാശവാണിയോട്.
ഞാൻ എലന്തൂർ പഞ്ചായത്തിലെ സ്ഥിരതാമസക്കാരനാണ്. ഞാനൊരു പ്രവാസിയായിരുന്നു 2021 വരെ. 2021 കോവിഡിൻ്റെ സെക്കൻഡ് ഫേസിൽ നാട്ടിൽ തിരിച്ചു വരേണ്ടതായ സാഹചര്യമുണ്ടായി. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ് പല പല പ്രോജക്റ്റുകൾ കർഷകരെ സഹായിക്കുന്നുണ്ടെന്ന് അറിഞ്ഞതിൻ്റെ പേരിൽ ഞാനും അതിലെ ഒരു PM കിസാനിലെ ഒരു അംഗമായി. എനിക്ക് അതിലൊരു പടുതാക്കുളം കിട്ടി. 1 അല്ല 2 പടുതാക്കുളം കിട്ടി. പിന്നെ KVKയുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതിൻ്റെയൊക്കെ ഫലമായിട്ട് തേനീച്ചക്കൂട് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കോഴി വളർത്തലിനുള്ള കാര്യങ്ങൾ കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം ഉണ്ട് വീട്ടിൽ. അതോടൊപ്പം തന്നെ കൃഷിയുമുണ്ട്. നമുക്ക് കോഴിവളവും കിട്ടുന്നുണ്ട്. മീനിൻ്റെ വേസ്റ്റിൽ നിന്നുള്ള മീൻവളവും നമുക്ക് ഇവിടത്തേക്ക് ഇതിനുള്ള കാര്യങ്ങളെല്ലാം കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും സുഖമായി ജീവിക്കുവാനുള്ള ഒരു മാർഗം നമ്മുടെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പലവിധ പ്രോജക്റ്റുകളിൽ അംഗമായതുകൊണ്ട് വീട് നല്ല രീതിയിൽ കഴിഞ്ഞു പോകാൻ ഒരു ചെറിയ സേവിങ്ങിനുള്ള പൈസ കിട്ടുന്നുണ്ട്. അതിൽ സന്തോഷവാനുമാണ്. ആരെങ്കിലുമൊക്കെ ഇത് ശ്രമിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഇതുപോലെ പല പല പ്രോജക്റ്റുകളുണ്ട്. ഇതിൻ്റെയൊക്കെ നോഡൽ ഓഫീസർമാരുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ കൊണ്ട് തീർച്ചയായും നിങ്ങൾക്കും ഇതൊക്കെ ചെയ്യാവുന്നേ ഉള്ളൂ. അതുപോലെ തന്നെ നമുക്ക് KCC ലോണുകൾ കിട്ടുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു മാതൃകയായിട്ട് എല്ലാവർക്കും കൊണ്ടുപോകാവുന്നതാണ്. കർഷകർക്ക് കൃഷിയുമായി ബന്ധപ്പെട്ട ആവശ്യങ്ങൾക്കും വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾക്കും കാർഷിക അനുബന്ധ പ്രവർത്തനങ്ങൾക്കും കുറഞ്ഞ പലിശ നിരക്കിൽ കൃത്യസമയത്ത് വായ്പ ലഭ്യമാക്കുന്നതിനായി സർക്കാർ ആവിഷ്കരിച്ച പദ്ധതിയാണ് കിസാൻ ക്രെഡിറ്റ് കാർഡ്. നബാർഡ് മേൽനോട്ടം വഹിക്കുന്ന ഈ പദ്ധതി വഴി കർഷകർക്ക് അവരുടെ കൃഷി ആവശ്യങ്ങൾക്കായി ബാങ്കുകളിൽ നിന്നും കുറഞ്ഞ പലിശ നിരക്കിൽ വായ്പ എടുക്കാൻ സാധിക്കുന്നു. വിളകൾ കൃഷി ചെയ്യുന്നതിനാവശ്യമായ വിത്ത്, വളം, കീടനാശിനികൾ, കാർഷിക യന്ത്രങ്ങൾ എന്നിവ വാങ്ങാൻ ഈ പണം ഉപയോഗിക്കാം. പിന്നീട് മൃഗസംരക്ഷണം, ക്ഷീരവികസനം, മത്സ്യബന്ധനം തുടങ്ങിയ അനുബന്ധ പ്രവർത്തനങ്ങളുടെ മൂലധന ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി KCC പദ്ധതി വിപുലീകരിച്ചിരുന്നു. കർഷകർക്ക് കൃഷിക്കും മറ്റ് ആവശ്യങ്ങൾക്കും ഏകജാലക ബാങ്കിംഗ് സംവിധാനത്തിൽ നിന്ന് സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകാൻ ലക്ഷ്യമിട്ട് കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതി പരിഷ്കരിച്ചു. ലളിതമായ നടപടിക്രമങ്ങളോടെ സമയബന്ധിതമായ വായ്പാ പിന്തുണ നൽകുക എന്നതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം. വിളവെടുപ്പിന് ശേഷമുള്ള ചെലവുകൾ, വിപണന വായ്പ, കർഷക കുടുംബത്തിന്റെ ഉപഭോഗ ആവശ്യകതകൾ, കാർഷിക ആസ്തികളുടെയും കൃഷിയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളുടെയും പരിപാലനത്തിനുള്ള പ്രവർത്തന മൂലധനം, കൃഷിക്കും അനുബന്ധ പ്രവർത്തനങ്ങൾക്കും നിക്ഷേപ വായ്പ ആവശ്യകത എന്നിവ ഇതിലൂടെ നിറവേറ്റപ്പെടുന്നു. കിസാൻ ക്രെഡിറ്റ് കാർഡ് പദ്ധതിയുടെ വ്യാപനം കൂടുതൽ കർഷകർക്ക് സ്ഥാപനവത്കൃത വായ്പ ലഭ്യമാക്കാൻ സഹായിച്ചു. കർഷകർക്കൊപ്പം മത്സ്യത്തൊഴിലാളികൾക്കും പശുപാലകർക്കും ഈ സൗകര്യം വ്യാപിപ്പിച്ചതിലൂടെ കാർഷിക അനുബന്ധ മേഖലകൾക്കും പ്രോത്സാഹനം ലഭിച്ചു. പ്രവർത്തനക്ഷമമായ KCC അക്കൗണ്ടുകളുടെ എണ്ണം 2013-14 6.46 കോടിയിൽ നിന്ന് 2024-25 7.81 കോടിയായി വർദ്ധിച്ചു. ഈ അക്കൗണ്ടുകളിലെ തുക 2014 മാർച്ചിൽ 4.26 ലക്ഷം കോടി രൂപയിൽ നിന്ന് 2025 മാർച്ചിൽ 10.20 ലക്ഷം കോടി രൂപയായി. KCC പദ്ധതിക്ക് കീഴിൽ അർഹതയുള്ള കർഷകരിൽ ചെറുകിട കർഷകർ, നാമമാത്ര കർഷകർ, ഷെയർ ക്രോപ്പർമാർ, പാട്ട കർഷകർ, വാക്കാലുള്ള കരാറിൽ ഏർപ്പെട്ടിരിക്കുന്ന കർഷകർ തുടങ്ങിയവർ ഉൾപ്പെടുന്നു. സ്വയം സഹായ ഗ്രൂപ്പുകൾ അല്ലെങ്കിൽ സംയുക്ത ബാധ്യതാ ഗ്രൂപ്പുകൾ എന്നിവയ്ക്കും ആനുകൂല്യങ്ങൾ ലഭിക്കാൻ അർഹതയുണ്ട്. കാർഷിക മേഖലയെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനും ഈ മേഖലയെ ബാധിക്കുന്ന വിവിധ വെല്ലുവിളികളെ അതിജീവിക്കുന്നതിന് സഹായിക്കുന്നതിനും ഊന്നൽ നൽകി കിസാൻ ക്രെഡിറ്റ് കാർഡ് നൽകുന്ന വായ്പാ പരിധി വർദ്ധിപ്പിക്കുമെന്ന് ധനമന്ത്രി നിർമ്മല സീതാരാമൻ വ്യക്തമാക്കിയിരുന്നു. Kisan credit cards facilitate short-term loans for 7.7 crore farmers, fishermen and dairy farmers. The loan limit under modified interest subvention scheme will be enhanced from 3 lakh rupees to 5 lakh rupees for loans taken through the KCC. കിസാൻ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് കൃഷിയിൽ വിജയം കൈവരിച്ച പാലക്കാട് നിന്നുള്ള കർഷകൻ രാധാകൃഷ്ണൻ തന്റെ അനുഭവം പങ്കുവയ്ക്കുന്നു. പാലക്കാട് ജില്ലയിലെ എരുന്നൂർ പഞ്ചായത്തിൽ ചെറുപ്പുളിച്ചി പാടശേഖര സമിതിയുടെ സെക്രട്ടറിയാണ് ഞാൻ. കൂടുതലായിട്ട് നെല്ല് കൃഷിയാണ് ചെയ്യുന്നത്. കൂടെ തെങ്ങുണ്ട്, കുറച്ച് വാഴ ചെയ്യുന്നുണ്ട്. ഞാൻ KCC ലോൺ എടുത്തിട്ടുണ്ട്. കർഷകരെ സംബന്ധിച്ച് വളരെ നല്ലൊരു സഹായമാണത്. മറ്റ് ലോണുകളിൽ നിന്ന് വ്യത്യസ്തമാക്കുന്നത് അതിന്റെ ഘടന കൊണ്ടാണ്. KCC ആവുമ്പോൾ ഓവർ ഡ്രാഫ്റ്റ് മെത്തേഡിലാണ് ഇത് തരുന്നത്. നമുക്ക് ആവശ്യമുള്ള പൈസ മാത്രം എടുത്താൽ മതി. നമുക്ക് എത്ര
ഗഡുക്കളായിട്ട് വേണമെങ്കിൽ ആ ഒരു വർഷത്തിന്റെ ഉള്ളിൽ അത് അടച്ചാലും 7% തന്നെ പലിശ വരുന്നുള്ളൂ. കൃഷിക്കാരെ സംബന്ധിച്ച് വലിയൊരു സഹായമാണ്. 1,60,000 രൂപ വരെ ബാങ്കുകൾ തരുന്നുണ്ട്. ഒരു ഡോക്യുമെന്റും വേണ്ട, കൈവശ സർട്ടിഫിക്കറ്റും നികുതി അടച്ച കടലാസും മാത്രം മതി. ഒരു ബുദ്ധിമുട്ടും ഇല്ല അത് പാസ്സാക്കി എടുക്കാൻ. അത് കൃത്യമായിട്ട് അടയ്ക്കുകയാണെങ്കിൽ 3% പലിശ നമുക്ക് സബ്സിഡി ആയിട്ട് ബാങ്കുകൾ തരും. എല്ലാവരും ഈ സൗകര്യം ഉപയോഗപ്പെടുത്തണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. തെങ്ങും തോട്ടം നോക്കുന്നത് ഒരു വെള്ളത്തിന്റെ സൗകര്യം ചെയ്യാനും കുറച്ച് ഇടവളയായിട്ട് വാഴ ചെയ്യാനും ഒക്കെയാണ് ഞാനിപ്പോൾ ഉപയോഗിച്ചത്. അതുകൊണ്ട് ഇപ്പോഴത്തെ നാളികേരത്തിനൊക്കെ നല്ല വിലയുണ്ട്. എനിക്ക് അതിന് തിരിച്ചടവ് ഒരു ബുദ്ധിമുട്ടും വന്നിട്ടില്ല. കർഷകരെ സംരക്ഷിക്കുന്നതിനായി കാർഷികോൽപ്പന്നങ്ങൾക്ക് മുൻകൂട്ടി നിശ്ചയിച്ച മിനിമം താങ്ങുവില കേന്ദ്ര സർക്കാർ ഉറപ്പാക്കുന്നുണ്ട്. 22 നിർബന്ധിത വിളകൾക്ക് പ്രതിവർഷം മിനിമം താങ്ങുവില പ്രഖ്യാപിച്ചിട്ടുണ്ട്. 2018-19 മുതൽ ഉൽപാദന ചെലവിനേക്കാൾ കുറഞ്ഞത് 50% കൂടുതലായി മിനിമം താങ്ങുവില നിശ്ചയിച്ചിട്ടുണ്ട്. ഇതോടൊപ്പം പൊതുസംഭരണം ഗണ്യമായി വികസിച്ചു. ഗോതമ്പ്, നെല്ല്, പയർവർഗ്ഗങ്ങൾ, എണ്ണക്കുരുക്കൾ, പരുത്തി തുടങ്ങിയ വിളകൾ MSP നിരക്കിൽ വാങ്ങുന്നതിലൂടെ പൊതുസംഭരണം കർഷകർക്ക് വലിയൊരു താങ്ങായി മാറി. 2004-2014 കാലയളവിൽ 698.7 ദശലക്ഷം ടണ്ണിൽ നിന്ന് 2014-2026 കാലയളവിൽ മൊത്തം സംഭരണം 1229.2 ദശലക്ഷം ടണ്ണായി വർദ്ധിച്ചു. ഇത് ഏകദേശം 76% വളർച്ച രേഖപ്പെടുത്തി. 2014 മുതൽ 2026 ഫെബ്രുവരി വരെ മൊത്തം MSP മൂല്യം 26.32 ലക്ഷം കോടി രൂപയിലെത്തി. ഇത് മുൻ ദശകത്തേക്കാൾ 3.5 മടങ്ങ് കൂടുതലായിരുന്നു. കർഷകർക്ക് ലഭ്യമായ വിപണി പിന്തുണയുടെ വ്യാപ്തിയെയാണ് ഈ വളർച്ച സൂചിപ്പിക്കുന്നത്. പ്രകൃതി ദുരന്തങ്ങളും കാലാവസ്ഥാ വ്യതിയാനങ്ങളും മൂലമുണ്ടാകുന്ന നഷ്ടങ്ങൾ പരിഹരിക്കുന്നതിന് പ്രധാനമന്ത്രി ഫസൽ ബീമാ യോജന നടപ്പാക്കി. പ്രകൃതിക്ഷോഭം, കീടബാധ എന്നിവ മൂലം കൃഷി നശിച്ചാൽ കർഷകർക്ക് ഇതുവഴി സംരക്ഷണം നൽകുന്നു. കുറഞ്ഞ പ്രീമിയത്തിൽ ഇൻഷുറൻസ് പരിരക്ഷ ലഭ്യമാക്കുന്ന ഈ പദ്ധതിയിലൂടെ നിരവധി കർഷകർക്ക് വിളനാശ സമയത്ത് നഷ്ടപരിഹാരം ലഭിക്കുന്ന സാഹചര്യം സൃഷ്ടിക്കപ്പെട്ടു. PMFBYയുടെ കീഴിൽ പരാതി പരിഹാര സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനായി കൃഷി രക്ഷക് പോർട്ടലും ഹെൽപ്പ് ലൈനും ആരംഭിച്ചു. രാജ്യവ്യാപകമായി ഏകദേശം 500 എക്സിക്യൂട്ടീവുകൾ പരാതി പരിഹാര സംവിധാനത്തെ പിന്തുണയ്ക്കുന്നു. ഈ പദ്ധതി പ്രകാരം പ്രതിവർഷം 4 കോടിയിലധികം കർഷകരെ ഇൻഷുർ ചെയ്തു. 2016-17 മുതൽ 92.46 കോടി കർഷകർ ഇൻഷുർ ചെയ്തിട്ടുണ്ട്. 2025 ഡിസംബർ 31 വരെ 1.96 ലക്ഷം കോടി രൂപയുടെ ക്ലെയിമുകൾ വിതരണം ചെയ്തു. ഏകദേശം 24.31 കോടി കർഷകർക്ക് ഇത് പ്രയോജനം ചെയ്തു. PMFBY.gov.in എന്ന പോർട്ടൽ വഴിയോ ബാങ്കുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാൻ സാധിക്കും. പ്രധാനമന്ത്രി കിസാൻ മാൻധൻ യോജന ചെറുകിട നാമമാത്ര കർഷകർക്ക് പെൻഷൻ അടിസ്ഥാനമാക്കിയുള്ള സാമൂഹിക സുരക്ഷാ ചട്ടക്കൂട് നൽകി. 60 വയസ്സിന് ശേഷം പ്രതിമാസം 3000 രൂപ പെൻഷൻ ലഭ്യമാകുന്നതാണ്. 18 മുതൽ 40 വയസ്സുവരെ പ്രായമുള്ള യോഗ്യരായ വ്യക്തികൾക്ക് ഈ പദ്ധതിയുടെ ഭാഗമാകാം. പ്രായത്തിനനുസരിച്ച് മാസം വെറും 55 രൂപ മുതൽ 200 രൂപ വരെയാണ് വിഹിതമടക്കേണ്ടത്. 2026 ഫെബ്രുവരി വരെ ഏകദേശം 24.95 ലക്ഷം കർഷകർ പദ്ധതിയിൽ ചേർന്നിട്ടുണ്ട്. കർഷകർക്കിടയിൽ സാമൂഹിക സുരക്ഷാ പരിരക്ഷയുടെ ക്രമാനുഗതമായ വികസനമാണ് ഇത് ചൂണ്ടിക്കാട്ടുന്നത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന ജലസേചന വ്യാപ്തിയും ജല ഉപയോഗ കാര്യക്ഷമതയും ശക്തിപ്പെടുത്തുന്നു. 2016 മുതൽ 2021 വരെയുള്ള കാലയളവിൽ ജലസേചന മേഖലയുടെ വ്യാപ്തി മൊത്തം വിളപ്രദേശത്തിന്റെ 49.3% നിന്ന് 55% വർദ്ധിച്ചു. ഓരോ തുള്ളി വെള്ളത്തിലും കൂടുതൽ വിളവ് എന്ന ലക്ഷ്യത്തോടെയാണ് പദ്ധതി. സ്പ്രിംഗ്ലർ രീതി സ്ഥാപിക്കാൻ പദ്ധതിയിലൂടെ സബ്സിഡി നൽകുന്നു. ചെറുകിട നാമമാത്ര കർഷകർക്ക് ഇതിലൂടെ കൂടുതൽ ആനുകൂല്യം ലഭിക്കുന്നു. കൃഷിഭവൻ വഴിയോ ഓൺലൈനായോ അപേക്ഷിക്കാം. കേരളത്തിൽ എയിംസ് പോർട്ടൽ വഴി കാർഷിക ആനുകൂല്യങ്ങൾക്കായി രജിസ്റ്റർ ചെയ്യാം. കർഷകർക്ക് മണ്ണിന്റെ പോഷകങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളും വളത്തിന്റെ ഉപയോഗത്തെക്കുറിച്ചുള്ള മാർഗനിർദ്ദേശവും നൽകുന്നതാണ് സോയിൽ ഹെൽത്ത് കാർഡ് പദ്ധതി. മണ്ണിലെ പോഷകങ്ങളുടെ അളവ് പരിശോധിച്ച് കൃത്യമായ വളപ്രയോഗം നടത്താൻ പദ്ധതി കർഷകരെ സഹായിക്കുന്നു.
2014-15 മുതൽ 2026 മാർച്ച് വരെ ഏകദേശം 26 കോടി കാർഡുകൾ വിതരണം ചെയ്തു. ഇതിന്റെ ഭാഗമായി 8313 മണ്ണ് പരിശോധനാ ലബോറട്ടറികൾ സ്ഥാപിച്ചു. കൂടാതെ മണ്ണിന്റെ ആരോഗ്യ ഉപദേശങ്ങൾ നൽകുന്നതിനും കാർഷിക രീതികളെക്കുറിച്ച് അറിവ് പകരുന്നതിനുമായി 70,000-ലധികം കൃഷി സഖികൾക്ക് പരിശീലനം നൽകിയിട്ടുണ്ട്. ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ സുസ്ഥിര കൃഷിരീതികൾക്ക് വലിയ പ്രാധാന്യമാണ് നൽകിയിട്ടുള്ളത്. പരമ്പരാഗത് കൃഷി വികാസ് യോജന ക്ലസ്റ്റർ അധിഷ്ഠിത സമീപനങ്ങളിലൂടെ ജൈവ കൃഷി പ്രോത്സാഹിപ്പിക്കുന്നു. വടക്ക് കിഴക്കൻ മേഖലയ്ക്കുള്ള മിഷൻ ജൈവ മൂല്യ ശൃംഖല വികസനം വടക്ക് കിഴക്കൻ മേഖലയിലെ ജൈവ ഉൽപാദനത്തെയും വിപണി ബന്ധങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നു. നാഷണൽ മിഷൻ ഓൺ നാച്ചുറൽ ഫാമിംഗ് മണ്ണിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിനും രാസവസ്തുക്കളില്ലാത്ത കൃഷിരീതികൾ നടപ്പിലാക്കാനും സഹായിക്കുന്നു. ഈ പദ്ധതി ഇതുവരെ 9 ലക്ഷം ഹെക്ടറിൽ വ്യാപിപ്പിക്കുകയും 19 ലക്ഷം കർഷകർ ഇതിൽ രജിസ്റ്റർ ചെയ്യുകയും ചെയ്തു. കൂടാതെ 2014-2025 കാലയളവിൽ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന 2996 വിള ഇനങ്ങൾ പുറത്തിറക്കി. കൃഷിയിലും അനുബന്ധ മേഖലകളിലുമായി 8.5 ലക്ഷം കർഷകർക്ക് പ്രയോജനം ലഭിക്കുന്ന തരത്തിൽ 448 ഗ്രാമങ്ങളിലെ കാലാവസ്ഥയെ പ്രതിരോധിക്കുന്ന ഗ്രാമ മാതൃകകളും സർക്കാർ സൃഷ്ടിച്ചു. രാജ്യത്തുടനീളമുള്ള 79 ജില്ലകളിലായി 1.04 ലക്ഷം കർഷക കുടുംബങ്ങളിലേക്ക് സംയോജിത കൃഷി സംവിധാനങ്ങൾ വ്യാപിപ്പിച്ചു. ഈ ഇടപെടലുകൾ കാർഷിക വരുമാനം ഹെക്ടറിന് പ്രതിവർഷം 1.5 മുതൽ 3.6 ലക്ഷം രൂപ വരെയായി വർദ്ധിപ്പിച്ചു. 12 വർഷ കാലയളവിനിടെ പുനരുപയോഗ ഊർജവും കാർഷിക വികസനത്തിന്റെ ഭാഗമായി മാറിയിരിക്കുന്നു. 2019 ആരംഭിച്ച പ്രധാനമന്ത്രി കിസാൻ ഊർജ്ജ സുരക്ഷാ ഏവം ഉത്തൻ മഹാഭിയാൻ അഥവാ PM കുസും കൃഷിയിൽ സൗരോർജ്ജത്തിന്റെ ഉപയോഗത്തെ പിന്തുണയ്ക്കുന്നു. ഇത് സോളാർ പമ്പുകളെ പ്രോത്സാഹിപ്പിക്കുകയും കർഷകരെ വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാനും വിൽക്കാനും പ്രാപ്തരാക്കുകയും ചെയ്യുന്നു. ഗ്രാമപ്രദേശങ്ങളിലെ സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം കൃഷിയും അനുബന്ധ മേഖലകളുമാണ് ഉപജീവന മാർഗത്തിന്റെ പ്രാഥമിക സ്രോതസ്. ഗ്രാമീണ സ്ത്രീകളിൽ 80% ഈ മേഖലകളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത്. ഇതിൽ 33% പേർ കാർഷിക തൊഴിലാളികളും 48% പേർ സ്വയം തൊഴിൽ ചെയ്യുന്ന കർഷകരുമാണ്. ആഗോള കൃഷിയിൽ സ്ത്രീകളുടെ സുപ്രധാനവും ഒഴിച്ചുകൂടാനാവാത്തതുമായ പങ്കിനെ അംഗീകരിച്ചുകൊണ്ട് ഐക്യരാഷ്ട്രസഭ 2026 അന്താരാഷ്ട്ര വനിതാ കർഷക വർഷമായി ആചരിക്കുന്നു. വിള ഉൽപാദനം, കന്നുകാലി പരിപാലനം, കാർഷിക നവവൽക്കരണം, മത്സ്യബന്ധനം, പൂന്തോട്ട പരിപാലനം, വിളവെടുപ്പിന് മുൻപുള്ള പ്രവർത്തനങ്ങൾ, വിളവെടുപ്പിന് ശേഷമുള്ള സംസ്കരണം, വിപണനം എന്നിവ ഉൾപ്പെടുന്ന മുഴുവൻ കാർഷിക മൂല്യ ശൃംഖലയിലും സ്ത്രീ പങ്കാളിത്തം വ്യാപിക്കുന്നു. തൽഫലമായി കാർഷിക വളർച്ചയെ മുന്നോട്ട് നയിക്കുന്നതിനും ഭക്ഷ്യസുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനും ഗ്രാമീണ ഉപജീവന മാർഗങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനും സ്ത്രീകളുടെ പങ്കാളിത്തം കേന്ദ്രമാണ്. ഇന്ത്യയെ കാർഷിക പുരോഗതിയിലേക്ക് നയിക്കുന്നതിൽ വനിതാ കർഷകർ ഗണ്യമായ പങ്കുവഹിക്കുന്നു. വിഭവങ്ങൾ, സാങ്കേതിക വിദ്യകൾ, വിപണികൾ എന്നിവയിലേക്കുള്ള അവരുടെ പ്രവേശനം വർദ്ധിപ്പിക്കുന്ന വിവിധ സംരംഭങ്ങൾ സർക്കാർ ആവിഷ്കരിച്ചിട്ടുണ്ട്. കാർഷികാടിസ്ഥാന സൗകര്യ ഫണ്ട്, ഇന്റഗ്രേറ്റഡ് സ്കീം ഫോർ അഗ്രികൾച്ചറൽ മാർക്കറ്റിംഗ്, കാർഷിക മാർക്കറ്റിംഗ് ഇൻഫ്രാസ്ട്രക്ചർ, മിഷൻ ഫോർ ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് ഓഫ് ഹോർട്ടിക്കൾച്ചർ, മോഡിഫൈഡ് ഇന്ററസ്റ്റ് സബ്വെൻഷൻ സ്കീം തുടങ്ങിയ പദ്ധതികൾ സബ്സിഡികൾ, നേരിട്ടുള്ള വരുമാന കൈമാറ്റം എന്നിവയിലൂടെ സ്ത്രീ കർഷകർക്ക് സാമ്പത്തിക പിന്തുണ നൽകുന്നു. മൃഗസംരക്ഷണ മേഖലയ്ക്കായും ആട്, കോഴി, പന്നി വളർത്തൽ എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിനും നിരവധി പദ്ധതികൾ കേന്ദ്ര സർക്കാരിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കി വരുന്നു. മൃഗസംരക്ഷണ മേഖലയിൽ പുതിയ യൂണിറ്റുകൾ തുടങ്ങുന്നതിന് 50% വരെ സബ്സിഡിയാണ് നൽകി വരുന്നത്. മത്സ്യകൃഷി മേഖലയിലെ ഉൽപാദനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനുള്ള പ്രധാനമന്ത്രി മത്സ്യസമ്പദ യോജനയിലൂടെ പുതിയ കുളങ്ങൾ നിർമ്മിക്കൽ, മത്സ്യക്കൂട് കൃഷി, ബയോഫ്ലോക്ക് യൂണിറ്റുകൾ, വിപണനത്തിനുള്ള വാഹനങ്ങൾ എന്നിവയ്ക്ക് സബ്സിഡി ലഭിക്കും. കൂടാതെ നമോ ഡ്രോൺ ദീദി പ്രോഗ്രാം, നാഷണൽ ബീ കീപ്പിംഗ് ആൻഡ് ഹണി മിഷൻ, ദീൻദയാൽ അന്ത്യോദയ യോജന, നാഷണൽ റൂറൽ ലൈവ്ലിഹുഡ് മിഷൻ തുടങ്ങിയ സംരംഭങ്ങൾ സാങ്കേതികവിദ്യ, നൈപുണ്യ വികസനം, ഉപജീവന വൈവിധ്യവൽക്കരണം എന്നിവ പ്രോത്സാഹിപ്പിക്കുന്നതിലൂടെ സ്ത്രീകളുടെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നു. വിതരണ സംവിധാനത്തിലെ മെച്ചപ്പെടുത്തലുകൾ ലക്ഷ്യമിട്ടുള്ള പ്രാദേശിക ഇടപെടലുകളും പിന്നാക്കം നിൽക്കുന്ന പ്രദേശങ്ങളിലെ ലഭ്യത, സുതാര്യത, ഉൾപ്പെടുത്തൽ എന്നിവ ശക്തിപ്പെടുത്താൻ സഹായിച്ചു.
കർഷകർക്ക് ഇടനിലക്കാരില്ലാതെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ രാജ്യത്തുടനീളം ഓൺലൈനായി മികച്ച വിലയ്ക്ക് വിൽക്കാനുള്ള ഏകീകൃത ഡിജിറ്റൽ വിപണിയായ ഈനാം, വിളവെടുപ്പിന് ശേഷമുള്ള സംഭരണശാലകൾ, കോൾഡ് സ്റ്റോറേജുകൾ, സംസ്കരണ യൂണിറ്റുകൾ എന്നിവ നിർമ്മിക്കുന്നതിനായി 84,200 കോടി രൂപയുടെ സാമ്പത്തിക സഹായം നൽകുന്ന അഗ്രികൾച്ചറൽ ഇൻഫ്രാസ്ട്രക്ചർ ഫണ്ട് എന്നിവ സർക്കാരിന്റെ ജനപ്രിയ പദ്ധതികളിൽ പ്രധാനമാണ്. 2025 ആരംഭിച്ച പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന താഴ്ന്ന പ്രകടനം കാഴ്ചവയ്ക്കുന്ന 100 കാർഷിക ജില്ലകളെ ലക്ഷ്യമിടുന്നു. ജലസേചനം, വിള വൈവിധ്യവൽക്കരണം, വിളവെടുപ്പിന് ശേഷമുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ, മെച്ചപ്പെട്ട വായ്പാ ലഭ്യത എന്നിവയിൽ ഈ പദ്ധതി ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. 2026 ഏപ്രിൽ മുതൽ ഈ സംരംഭം 1.7 കോടി കർഷകർക്ക് പ്രയോജനം ചെയ്യുന്നു. കാർഷിക യന്ത്രങ്ങൾ വാങ്ങുന്നതിനും കേന്ദ്ര സർക്കാർ സബ്സിഡി പദ്ധതികൾ നൽകി വരുന്നുണ്ട്. ട്രാക്ടർ, പവർ ടില്ലർ തുടങ്ങിയ യന്ത്രങ്ങൾ വാങ്ങുന്നതിന് 40% മുതൽ 80% വരെ സബ്സിഡിയാണ് ലഭിക്കുന്നത്. ഭക്ഷ്യധാന്യ വിതരണത്തിന്റെ കാര്യക്ഷമത മെച്ചപ്പെടുത്തുന്നതിനായി പൊതുവിതരണ സംവിധാനം ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. യോഗ്യതയനുസരിച്ച് കുടുംബങ്ങൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ യഥാസമയം ലഭ്യമാകുന്നത് ഇത് ഉറപ്പാക്കുന്നു. ദേശീയ ഭക്ഷ്യസുരക്ഷാ നിയമപ്രകാരം ഏകദേശം 79.8 കോടി ഗുണഭോക്താക്കൾക്ക് സബ്സിഡിയുള്ള ഭക്ഷ്യധാന്യങ്ങൾ നൽകുന്നു. കൂടാതെ സാർത്ഥക് PDS പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ അടുത്ത 5 വർഷത്തേക്ക് 25,530 കോടി രൂപ അനുവദിക്കും. രാജ്യത്തുടനീളമുള്ള ഏകദേശം 81.35 കോടി ഗുണഭോക്താക്കൾക്ക് ഭക്ഷ്യധാന്യ വിതരണ സംവിധാനങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനാണ് പദ്ധതി ലക്ഷ്യമിടുന്നത്. ഒരു രാജ്യം ഒരു റേഷൻ കാർഡ് സംവിധാനം 36 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലും പ്രവർത്തിക്കുന്നു. രാജ്യത്തുടനീളം ഏകദേശം 99.8% ന്യായവില കടകളിലും ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ ഉപകരണങ്ങൾ സജ്ജീകരിച്ചിട്ടുണ്ട്. 98%-ലധികം ഇടപാടുകളും ഡിജിറ്റൈസ് ചെയ്തിട്ടുണ്ട്. ഇതിലൂടെ വിതരണത്തിന്റെ സുതാര്യത മെച്ചപ്പെടുത്തി. കാർഷിക മേഖലയിൽ സ്വയം പര്യാപ്തത ലക്ഷ്യമിട്ട് നിരവധി പുതിയ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കിയിരുന്നു. കാർഷിക ഉൽപാദനം വർദ്ധിപ്പിക്കുന്നതിനായി 24,000 കോടി രൂപ വകയിരുത്തി ആരംഭിച്ച ബൃഹത് പദ്ധതിയാണ് പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന. പയർവർഗ്ഗങ്ങളുടെ ആഭ്യന്തര ഉൽപാദനം വർദ്ധിപ്പിച്ച് വിദേശ ഇറക്കുമതി കുറയ്ക്കുക എന്ന ലക്ഷ്യത്തോടെ 11,440 കോടി രൂപ ചിലവിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് പയർവർഗ്ഗങ്ങളിലെ ആത്മനിർഭരതാ ദൗത്യം. സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ കൃഷി കൂടുതൽ ലളിതമാക്കാനുള്ള ഡിജിറ്റൽ അഗ്രികൾച്ചറൽ മിഷൻ, രാജ്യത്തെ കർഷകരുടെ വിവരങ്ങൾ, കൃഷിഭൂമിയുടെ ഡിജിറ്റൽ മാപ്പ്, നിലവിലെ വിളകൾ എന്നിവ ഡിജിറ്റലായി രേഖപ്പെടുത്തുന്ന അഗ്രി സ്റ്റാക്ക്, കൃഷി ഡിസിഷൻ സപ്പോർട്ട് സിസ്റ്റം, നിർമ്മിത ബുദ്ധി സാങ്കേതിക വിദ്യയിലൂടെ കർഷകരുടെ സംശയങ്ങൾക്ക് വിവിധ പ്രാദേശിക ഭാഷകളിൽ മറുപടി നൽകുന്ന ചാറ്റ് ബോട്ട് സംവിധാനമായ കിസാൻ ഇ-മിത്ര എന്നിവയും എടുത്തു പറയേണ്ടതാണ്. കേന്ദ്ര സർക്കാർ കർഷകരുടെ ക്ഷേമത്തിനായി നടപ്പിലാക്കുന്ന പ്രധാന പദ്ധതികൾ കാർഷിക മേഖലയിൽ വലിയ തോതിലുള്ള പരിവർത്തനത്തിന് കാരണമായതായി തിരുവനന്തപുരം മിത്ര നികേതൻ ICAR കൃഷി വിജ്ഞാൻ കേന്ദ്രയിലെ സബ്ജക്ട് മാറ്റർ സ്പെഷ്യലിസ്റ്റ് ചിത്ര ജി ആകാശവാണിയോട് പറഞ്ഞു. ഡിജിറ്റൽ ഇന്ത്യയുടെ ഭാഗമായിട്ട് കാർഷിക വിപണന രംഗത്ത് വിപ്ലവകരമായ മാറ്റങ്ങളാണ് മോദി സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. കർഷകരെയും വ്യാപാരികളെയും ഒരൊറ്റ പ്ലാറ്റ്ഫോമിലൂടെ കണക്ട് ചെയ്ത് ഈനാം പദ്ധതിയിൽ ഏകദേശം 2 കോടി കർഷകരും 3 ലക്ഷത്തോളം വ്യാപാരികളും അംഗങ്ങളാണ്. ഇലക്ട്രോണിക് നാഷണൽ അഗ്രികൾച്ചറൽ മാർക്കറ്റ് രാജ്യത്തെ കാർഷിക വിപണികളെ ഏകീകൃത ഓൺലൈൻ പ്ലാറ്റ്ഫോമിലൂടെ ബന്ധിപ്പിച്ചു. സുതാര്യമായ വില നിർണ്ണയം സാധ്യമാക്കി. കേരളത്തിലെ 6 പ്രധാന കാർഷിക ചന്തകൾ ഈനാമുമായി ബന്ധിപ്പിച്ചിട്ടുണ്ട്. ഇവിടെ കർഷകർക്ക് ഉൽപ്പന്നങ്ങൾ ഓൺലൈനായി ലിസ്റ്റ് ചെയ്ത് രാജ്യത്ത് എവിടെയുമുള്ള വ്യാപാരികൾക്ക് നൽകാനായി കഴിയുന്നു. ഇന്റർ സ്റ്റേറ്റ് ട്രേഡ് സൗകര്യം ആണ് ഇതിലൂടെ കർഷകർക്ക് ലഭ്യമാകുന്നത്. മോദി സർക്കാരിന്റെ കാലത്ത് ജലസേചന രംഗത്ത് വളരെയധികം മുന്നേറ്റങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന PDMCയുടെ പ്രധാന ലക്ഷ്യം ഉയർന്ന ജലവിനിയോഗക്ഷമത, ജലസംരക്ഷണം എന്നിവ നടപ്പിലാക്കുക എന്നതാണ്. 95 ലക്ഷം ഹെക്ടറിലധികം കൃഷിഭൂമിയിൽ മൈക്രോ ഇറിഗേഷൻ സംവിധാനം നടപ്പിലാക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ പൈപ്പ് ലൈൻ ജലവിതരണം, ജലസംരക്ഷണ ഘടനകൾ എന്നിവയ്ക്കും പ്രോത്സാഹനം നൽകുന്നുണ്ട്. 2026-27 കേന്ദ്ര ബജറ്റിൽ PMKSYക്ക് 6,587 കോടി രൂപ വകയിരുത്തിയിട്ടുണ്ട്.
കേരളത്തിന് 100 കോടി രൂപയും അനുവദിച്ചിട്ടുണ്ട്. കാർഷിക മേഖല നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളികളിൽ ഒന്നാണ് അമിതമായ കൂലിച്ചെലവും തൊഴിലാളി ക്ഷാമവും. ഇതിന് പരിഹാരമായി കാർഷിക യന്ത്രവൽക്കരണത്തിനായി കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ള ഏറ്റവും സുപ്രധാന പദ്ധതികളിൽ ഒന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ അല്ലെങ്കിൽ സ്വാം. ഇതിലൂടെ വ്യക്തിഗത കർഷകർക്ക് ട്രാക്ടർ, പവർ ടില്ലർ, ട്രാൻസ്പ്ലാന്റർ, മോട്ടോർ പമ്പുകൾ, തെങ്ങുകയറ്റ യന്ത്രങ്ങൾ, ചെറുകിട കാർഷിക യന്ത്രോപകരണങ്ങൾ എന്നിവ 40 മുതൽ 50% വരെ സാമ്പത്തിക സഹായമായിട്ട് ലഭ്യമാകുന്നു. യുവ കാർഷിക സംരംഭകരെ പ്രോത്സാഹിപ്പിക്കാനായി RKBY റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ പദ്ധതി നടപ്പിലാക്കി. രാജ്യത്ത് 24 അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്റേഴ്സ് സ്ഥാപിക്കുകയും 1943 അഗ്രി സ്റ്റാർട്ടപ്പുകൾക്ക് 146 കോടിയിലധികം ധനസഹായം നൽകുകയും ചെയ്തു. കാർഷിക മേഖലയിലെ പുതുമയാർന്ന ആശയങ്ങളെ വിജയകരമായ സംരംഭങ്ങളാക്കി വളർത്തുക, യുവാക്കളെ തൊഴിൽദാതാക്കളാക്കി മാറ്റുക, കാർഷിക സ്റ്റാർട്ടപ്പുകൾക്ക് പരിശീലനം, പ്രോട്ടോടൈപ്പ് വികസനം, മെന്ററിംഗ്, സാങ്കേതിക സഹായം, ധനസഹായം എന്നിവ നൽകുക, ഇതൊക്കെയാണ് റാഫ്താർ അഗ്രി ബിസിനസ് ഇൻക്യുബേഷൻ സെന്ററുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ. കഴിഞ്ഞ 12 വർഷത്തെ മോദി സർക്കാരിന്റെ ഇടപെടലുകൾ ഇന്ത്യൻ കാർഷിക മേഖലയെ കേവലം ഒരു ഉപജീവന മാർഗമെന്ന നിലയിൽ നിന്ന് ലാഭകരമായ ഒരു ബിസിനസ് മേഖലയാക്കി മാറ്റുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുണ്ട്. PM കിസാൻ പോലുള്ള സാമ്പത്തിക സഹായ പദ്ധതികൾ കർഷകർക്ക് നേരിട്ട് ആശ്വാസമേകിയപ്പോൾ ഈനാം, നമോ ഡ്രോൺ ദീദി തുടങ്ങിയ ഡിജിറ്റൽ സാങ്കേതിക വിദ്യകൾ കൃഷിയെ കൂടുതൽ ആധുനികവൽക്കരിച്ചു. വിള ഇൻഷുറൻസും സോയിൽ ഹെൽത്ത് കാർഡും കർഷകരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നു. അടിസ്ഥാന സൗകര്യ വികസനത്തിനും പയർവർഗ്ഗങ്ങളുടെ സ്വയം പര്യാപ്തതയ്ക്കുമായി അടുത്തിടെ പ്രഖ്യാപിച്ച വൻകിട പദ്ധതികൾ വരും വർഷങ്ങളിലും ഈ മുന്നേറ്റത്തിന് കരുത്തു പകരുമെന്ന് ഉറപ്പാണ്. പരമ്പരാഗത രീതികളെ ശാസ്ത്രീയ വിജ്ഞാനവുമായി സമന്വയിപ്പിച്ചുകൊണ്ട് കർഷകക്ഷേമവും രാജ്യത്തിന്റെ ഭക്ഷ്യസുരക്ഷയും ഒരുപോലെ മുൻനിർത്തിയുള്ള സമഗ്രമായ ഒരു വികസന മാതൃകയാണ് ഈ 12 വർഷം കൊണ്ട് സർക്കാർ കാഴ്ചവെച്ചത്. സ്വയം പര്യാപ്തതയിലേക്കും കർഷകക്ഷേമത്തിലേക്കുമുള്ള രാജ്യത്തിന്റെ പ്രയാണത്തിൽ ഈ പദ്ധതികൾ നിർണായക പങ്കുവഹിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര സർക്കാർ 12 വർഷം പൂർത്തിയാക്കിയതിനെക്കുറിച്ച് ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം തയ്യാറാക്കിയ പ്രത്യേക പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. ഏകോപനം ലെമി ജി നായർ. തയ്യാറാക്കിയത് പാർവതി വിജയൻ. അവതരണം കൃഷ്ണ പ്രകൃതി.